എന്താ അറിയോ, ഇരിക്കട്ടീൻ്റെ 99% ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകെ 2 ആൾക്കാരുണ്ട്. ഇത് പറയണോ പറയണ്ടേ, മധുരിച്ചിട്ടാണ്ട് തുപ്പാനും വയ്യ, ചൂടുകൊണ്ടാണ്ട് ഇറക്കാനും വയ്യ, ആ ഒരു പ്ലാനായിരുന്നു. ശ്രദ്ധിച്ചോ അല്ലേ? പറഞ്ഞാണ്ട് തീർത്തു നോക്കരുത്. കുഴപ്പമില്ല, ശരിക്കൊരു JTS BOP ആണ് പിന്നെ അവസരം കൂടി ഇല്ലാതെ പറയാം, ആരും ചോദിക്കുന്നില്ല. കാരണം ഇതങ്ങനല്ല, ലീഡേഴ്സ് ആണ്. ഇവരിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത ഇങ്ങനെ പറഞ്ഞാൽ മതി നീ പറഞ്ഞൊരു ടീമാണ്. മനസ്സിലായോ? എന്തായാലും വണ്ടർഫുൾ ആയിട്ട് ചെയ്തു. റിയലി കൺഗ്രാറ്റുലേഷൻ ഫോർ ദിസ് വണ്ടർഫുൾ പ്രസന്റേഷൻ. ആൻഡ് നിങ്ങളോട് പറയണത് ഇതൊക്കെ തന്നെയാണ് മാറ്റം. പൈസ എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ലാഭം എന്താന്ന് പറയുന്നത് നമ്മളിലെ മാറ്റമാണ്. സ്വർണം അല്ലേ? പൈസക്ക് എത്ര ഉണ്ടാക്കാൻ എത്രയോ ആളുകൾ, നന്മ നിറഞ്ഞ മനുഷ്യന്മാരെ വിജയിക്കട്ടെ എന്നുള്ള കൈയടിക്കുന്നു അല്ലേ? കൃഷ്ണാട്ടിന് എന്നെ വരവേറ്റു. എന്താ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? ഇതെൻ്റെ ബിസിനസ്. നന്മ എന്നതാണ് ബന്ധം, ആണോ അല്ലേ? സോ അതൊരു വലിയ കാര്യമില്ലേ അല്ലേ? അത് വലിയൊരു കാര്യമാണ്. സോ അതും വലിയൊരു നന്മയാണ്. സോ എന്തായാലും ശരി, എല്ലാ ലീഡർമാരും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്കും 2 സ്ഥലത്ത് നിന്ന് സംസാരിക്കണം. ഉവൈസ് സാറ് പറഞ്ഞ പോലെ ശരാശരി ഒരു MDC ഒരു ഗസ്റ്റായി വരുമ്പോൾ എന്ത് സംസാരിക്കണമോ അതും എനിക്ക് വരണം. എല്ലാവരും എൻ്റെ കുട്ടികളെ രക്ഷിതാവുകൾക്ക് അത് 4 വർത്താനവും പറയണം. ഇതിന് നടുവിൽ നിൽക്കാൻ എനിക്ക് സംസാരിക്കാം. ഓപ്പർച്യൂണിറ്റി അല്ല, സോറി, നമ്മളുടെ ഈ ഹാള് കണ്ടപ്പോൾ നിങ്ങൾക്കുള്ള ലാഭം എന്തെന്ന് ചോദിച്ചാലും, പണ്ട് കാലത്ത് ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഞാനും ഉവൈസ് സാറാണ് അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ളത്. കാരണം ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവന് ഉസ്താദ് കുട്ടിനെയും കൊണ്ടുതന്നെ ഇറങ്ങി എന്ന് പറഞ്ഞ പോലെ എൻ്റെ വിദ്യാർത്ഥി കൂടിയാണ് ഗ്രേറ്റ് ഉവൈസ് സാർ ഫ്രം +2 ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് പഠിപ്പിച്ചാണ് അവന്. അപ്പോൾ അവനെയും കൊണ്ട് ഞാൻ ഇറങ്ങിയത് അപ്പോൾ നാട്ടുകാരനും കൂടിയാണ്. അപ്പോൾ അവരുമായിട്ട് ഇറങ്ങി കൈപിടിച്ച യാത്രയിൽ ഞങ്ങളൊക്കെ മീറ്റിങ്ങിന് പോയത് ചൊവ്വാഴ്ച ടു കാലിക്കറ്റ്. ഇതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അന്തകാലത്തൊക്കെ കോഴിക്കോട്ടേക്ക് പോകുന്ന അതേപോലെ തന്നെ ഇതേക്കുറിച്ച് ഒരാളെ പരിചയപ്പെടുത്താൻ മാത്രമുള്ള സൗകര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് സെറ്റായി മലപ്പുറം ജില്ലയിൽ വന്നിട്ടില്ല. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വീഡിയോ ഉണ്ടെന്ന് മാറ്റി നിർത്തിയാൽ അങ്ങനെ അന്ന് പോയി. അവസാനം കൊറോണ വന്നു. കൊറോണയ്ക്ക് ശേഷം പിന്നെ ആൾക്കാരൊക്കെ എല്ലാം പിരിഞ്ഞു പോയി. അങ്ങനത്തെ ഒരു സാധനം അല്ലേ? അപ്പോൾ നിങ്ങൾ തന്നെ ഇതിന് ബിസിനസ് ഒന്ന് പോകാൻ നിങ്ങൾ എന്ത് ചെയ്താൽ ഒരു മാസം മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി. താനെ ഈ ബിസിനസ് നോക്കാവും. ടെക്നിക്സ് ആണ്. ജയിക്കാൻ ഒരേ ഒരു സ്റ്റെപ്പേ ഉള്ളൂ, ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ഷൻ. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് കണക്ഷൻ. അത് നിങ്ങൾ ആര് വിട്ടാലും ഇത് നോക്കാവും. അവിടെ പോകാതിരിക്കാൻ വന്നവരുണ്ടെങ്കിൽ ഈ 2 സാധനം എപ്പോഴും കീപ്പ് ചെയ്യുക. തൻ്റെ ലീഡർമാരായിട്ട് മേലേക്കും കണക്ട് ചെയ്യുക, താഴത്തേക്കും കണക്ട് ചെയ്യുക. രണ്ടിടത്തും കണക്ഷൻ വേണം. താഴത്തേക്ക് മാത്രം, മേലേക്കും മാത്രം, രണ്ടും തെറ്റാണ്. 50-50 മേലേക്കും പോകണം. കേട്ടകൾ മാത്രം പറയാണ് MI ലൈഫ് ഷെയർ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടത് കഴിഞ്ഞ മുംബൈ പോക്കിലാണ്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മൾ എത്തിപ്പെട്ടത് എവിടെയാണ്? ഞാൻ കഴിഞ്ഞ നമ്മുടെ ലീഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പറഞ്ഞൊരു വരിയാണ് ഞാൻ ഓർക്കുന്നത്. അതിനു മുമ്പ് ഞാൻ കൊറോണയുടെ കഥ പറഞ്ഞു വെച്ചു. ആ കഥ എങ്ങനെയാണ്? അത്രയേ ഉള്ളൂ. അന്ന് അൽത്താഫ് സാർ വന്നിട്ട് പറഞ്ഞു, ഇസ്മായിൽ സാറെ, നമുക്ക് ഇനിയിപ്പോൾ കോഴിക്കോട്ടേക്ക് എല്ലാ ടീമിനും ഒത്തുപിടിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ്, നമുക്കൊരു മീറ്റിംഗ് തട്ടിക്കൂട്ടിയാലോ, നിങ്ങൾ പ്ലാൻ കൊടുക്കുമോ? അവൻ പറഞ്ഞു കുഴപ്പമില്ല, ആസ് എ ട്രെയിനർ വേറെ ആരോട് കൊടുക്കാൻ നീട്ടിക്കാൻ ഇല്ലതാനും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. നമ്മൾ എവിടെ സെറ്റ് ചെയ്യാം? തൽക്കാലം കോട്ടയ്ക്കൽ ഒരു റൂം എടുക്കാൻ തന്നെ. ഇതിനേക്കാളും ഒരു ചെറിയ റൂമാണ്. ആ കുറച്ച് കണ്ടാൽ ഇങ്ങനെ സൈഡിൽ കൂടി ഒരു ഹാള് കണ്ടാൽ ലോങ് തോന്നിയാലും സീറ്റിംഗ് കപ്പാസിറ്റി ഇത്ര സുലഭമല്ല. അവിടെ തുടങ്ങി. അവിടെ മൈക്കേ സാധനമൊന്നുമില്ല. ഞാൻ ലാപ്പായിട്ട് വന്നു. ലാപ്പ് വന്നിട്ട് സ്റ്റേജിൻ്റെ മേലെ വെച്ചു, ഇതിൻ്റെ മേശൻ്റെ മേലെ വെച്ചു, ഒരു കസാലയും വെച്ചു. അതിൻ്റെ മേലെ ലാപ്പ് തുറഞ്ഞാണ്ട് ഞാൻ ഇവിടുന്ന് അലറിക്കാണ്ട് പറയാം. അതായിരുന്നു ഫസ്റ്റ് GTS. ഭയങ്കര സംഭവം. മ്യൂസിക് സാധനമില്ല. മ്യൂസിക്കൊക്കെ നമ്മൾ ഈ കൈയടിക്കുന്നത്. ഇതാണ്ട് പറഞ്ഞു. അങ്ങനെ 1-2 ആഴ്ച കത്തപ്പോൾ ഞാൻ ഏകദേശം പഞ്ചറായി തുടങ്ങി. അപ്പോൾ പറഞ്ഞു മൈക്കുള്ളതിന് ചെറിയ ഹാള്. അപ്പോൾ തൊട്ട് അങ്ങേപ്പുറത്തൊരു ഹാളുണ്ട്, സാജിദ ഓഡിറ്റോറിയത്തിൽ അങ്ങേപ്പുറത്തൊരു ഹാളുണ്ട്, കുറേ ഫില്ലറൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടാവട്ടെ. അങ്ങനെയുണ്ട് അങ്ങോട്ട് ഷിഫ്റ്റ്. അതിന് മുന്നേ അവിടുത്തെ ആ ഹാളിൽ തന്നെയുള്ള റൂമിലായിരുന്നു. പിന്നെ അത് അവിടുന്ന് അങ്ങനെ തുടങ്ങി മുന്നോട്ട് സഞ്ചരിച്ച് അത് പിന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ BOP ആയിട്ട് GTS ആയിട്ട് നമ്മൾ ആ തുടങ്ങിയ പ്രശ്നം